എടാ ഫ്രാങ്ക്ലിനെ, നിനക്ക് പൈസ ഉണ്ടാക്കാൻ താല്പര്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ എനിക്കൊരു കിടിലൻ ഓഫർ കിട്ടിയിട്ടുണ്ട്. ആടെ സോമ, അതിനിപ്പോൾ എന്താ? പൈസ ഉണ്ടാക്കാനായിട്ട് ആർക്കാ താല്പര്യമില്ലാത്ത? അല്ല, ഞാനിപ്പോൾ എന്തൊരു ചെയ്യണ്ടേ? നീയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ട്രെയിൻ ഹൈജാക്ക് ചെയ്യണം. ആ ട്രെയിനിലാണെങ്കിൽ ഒരു ഗോൾഡൻ കാറുണ്ട്. ആ കാർ അടിച്ചു മാറ്റണം. അത് പക്ഷെ സാധാരണ കാറൊന്നുമല്ല, അതൊരു ഗോൾഡൻ കാറാ. നിനക്ക് പിന്നെ അറിയാലോ, ഗോൾഡൻ കാർ വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ ക്യാഷ് കിട്ടും. അത് ശരി, അങ്ങനെയാണല്ലേ? അല്ല, ആ ട്രെയിൻ എപ്പോഴാ വരിക? അത് ഏതാ കാറ്? ഏതോ ബ്രാൻഡ്? അത് ഏതാ കാറെന്ന് എനിക്കറിയില്ല, പക്ഷെ അതൊരു വില കൂടിയ കാറാ, അതും ഗോൾഡൻ കാറ്. എനിക്ക് അത്ര മാത്രമേ അറിയുള്ളൂ. ആ ട്രെയിൻ പക്ഷേ രാത്രിയാണ് വരിക. രാത്രിയാകുമ്പോൾ ഈ ഒരു ടണൽ വഴി വരും. ആ ട്രെയിൻ ഈ ടണലിൻ്റെ അകത്ത് കയറില്ലേ, അന്നേരം നമുക്ക് പോയിട്ട് അത് ഹൈജാക്ക് ചെയ്യണം. ടണലിൻ്റെ അകത്താവുമ്പോഴേ ആരും അറിയില്ല, നമുക്ക് സുഖമായിട്ട് ട്രെയിൻ ഹൈജാക്ക് ചെയ്യാൻ പറ്റും. ആടെ സോമ, അത് നല്ലൊരു ഐഡിയ. ടണലിൻ്റെ അകത്താവുമ്പോഴേ നമുക്ക് സുഖമായിട്ട് ട്രെയിൻ ഹൈജാക്ക് ചെയ്യാം. അല്ല ഫ്രാങ്ക്ലിന്, നിന്റെ കയ്യിൽ വെപ്പൺസ് ഉണ്ടോ? ഇല്ലടാ സോമ, എൻ്റെ കയ്യിൽ വെപ്പൺസ് ഒന്നുമില്ല. ഒരു പിസ്റ്റൽ പോലും ഇല്ല. ആ ബെസ്റ്റ്, ഒരു പിസ്റ്റൽ പോലും കൈപ്പിടിക്കാനാണോ ട്രെയിൻ ഹൈജാക്ക് ചെയ്യാൻ പോണേ? ശരിയെന്നാ. അതെ, പോയിട്ട് വെപ്പൺസ് ഓടിക്ക്. എന്തായാലും ഒരു RPG വേണം. RPG ഇല്ലാണ്ട് ശരിയാവില്ല. നിന്റെ കയ്യിൽ പൈസ ഇല്ലേ? ആടെ സോമ, എൻ്റെ കയ്യിൽ പൈസയുണ്ട്. വെപ്പൺസ് പഠിക്കാനുള്ള പൈസയുണ്ട്. അതിപ്പോൾ സീനില്ല. എന്നിട്ടായാലും രാത്രി ആവട്ടെ. രാത്രിയാകുമ്പോൾ നമുക്ക് ആ ട്രെയിൻ ഹൈജാക്ക് ചെയ്യാം. അത് പക്ഷേ ഏതാ കാറെന്ന് എനിക്കറിയില്ല കേട്ടാ. വല്ല സൂപ്പർ കാറായിരിക്കും, അതും ഗോൾഡൻ സൂപ്പർ കാറ്. എന്നിട്ടായാലും നോക്കി നോക്കാം. ഓക്കെ, ഇവിടെ ഞാനേ അമ്യൂണേഷനിൽ വന്നേക്കാണ് കേട്ടാ. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് വെപ്പൺസ് പഠിക്കാം. ട്രെയിൻ ഹൈജാക്ക് ചെയ്യാനായിട്ട് എന്തായാലും വെപ്പൺസ് വേണം. Meanwhile, ലെറ്റ്സ് ഗോ. ഇവിടെ ഞാനേ ഇഷ്ടം പോലെ വെപ്പൺസ് പഠിച്ചേക്കാണ് കേട്ടാ. ഇവിടെ ഇപ്പോൾ പിസ്റ്റല്, AKM, സ്നൈപ്പർ, RPG, സ്റ്റിക്കി ബോംബ്, എല്ലാ വെപ്പൺസും മേടിച്ചിട്ടുണ്ട്. ശരിക്ക് ഇത്രയധികം വെപ്പൺസിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. എന്നാലും കുഴപ്പമില്ല, കിടന്നോട്ടെ. ഇനിയിപ്പോൾ വെപ്പൺസിൻ്റെ കുറവില്ല. ഇനി രാത്രി ആകുമ്പോഴേ നമുക്ക് ആ ട്രെയിനെ പോയിട്ട് ഹൈജാക്ക് ചെയ്താൽ മതി. അത്രമാത്രം ചെയ്താൽ മതി. എന്നിട്ടായാലും രാത്രി ആവട്ടെ. ആ കാർ പക്ഷേ ഏതാണെന്ന് എനിക്കറിയില്ല. വല്ല സൂപ്പർ കാറൊക്കെ ആയാൽ മതിയായിരുന്നു. സൂപ്പർ കാറായിരുന്നെങ്കിൽ നൈസായേനെ. അതൊക്കെ വിറ്റാലേ നമുക്ക് കോടികളൊക്കെ കിട്ടാ. 10 കോടിയോ 15 കോടിയോ എത്രയൊക്കെ കിട്ടും. എന്നിട്ടായാലും രാത്രി ആവട്ടെ. നമുക്കതൊരിക്കും ഇരുന്ന് TV ആണ് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. 6 hours later. ഓക്കെ, ഇവിടെ എങ്ങനെ രാത്രി ആയിക്കാണ് കേട്ടാ. ഇതാണ് പറ്റിയ സമയം. നമുക്കിനി പോയിട്ട് ആ ട്രെയിൻ അങ്ങ് ഹൈജാക്ക് ചെയ്യാം. നമ്മൾ പിന്നെ ലേറ്റ് ആയിട്ടില്ല ഏട്ടാ. ആ ട്രെയിൻ മിക്കവാറും സ്റ്റേഷനിലുണ്ടാവും. ആ ട്രെയിൻ ഇവിടെ തന്നെ ഉണ്ട്. ഈ കാണുന്ന ഗുഡ്സ് ട്രെയിനില്ലേ, നമുക്ക് ഇതാണ് ഹൈജാക്ക് ചെയ്യേണ്ടത്. നമുക്ക് പക്ഷെ ഇവിടെ വെച്ചൊന്നും ചെയ്യാൻ പറ്റില്ല ഏട്ടാ. ആ ട്രെയിൻ ഇപ്പോൾ സ്റ്റേഷനിലാണ് നിൽക്കണേ. സ്റ്റേഷനിൽ പിന്നെ ആൾക്കാരുണ്ടാവും, അതുകൊണ്ട് നമുക്കവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിന് പകരേ ഒരു കാര്യം ചെയ്യാം. കുറച്ചുകൂടി മുമ്പിലേക്ക് പോയാലേ ഒരു ടണലുണ്ടാവും. നമുക്ക് ആ ടണലിൻ്റെ അകത്തേക്ക് കയറാം. അതിൻ്റെ അകത്ത് ഹൈജാക്ക് ചെയ്താലേ ഒരാളും അറിയില്ല. നമുക്കപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ടണല്. നമുക്കിതിനകത്ത് കയറാം. ഇതിൻ്റെ അകത്ത് പിന്നെ ആൾക്കാരൊന്നും ഇല്ല ഏട്ടാ. ഇവിടെ എനിക്ക് ഒരാളെയും കാണാനില്ല. അതിപ്പോൾ ഏതായാലും നല്ല കാര്യമാണ്. ആ ട്രെയിൻ പിന്നെ എന്തായാലും ഇതേനെ വരും. നമുക്കന്നേരം ഹൈജാക്ക് ചെയ്യാം. തൽക്കാലം ഈ വണ്ടിയെ ഇവിടെ നിർത്തിടാം. എന്നിട്ട് വെപ്പൺസൊക്കെ കയ്യിൽ വയ്ക്കാം. ആ ട്രെയിൻ ഇങ്ങോട്ടേക്ക് വന്നാലേ അപ്പം തന്നെ RPG വിടുക. RPG വിട്ട് കഴിഞ്ഞാൽ ആ എൻജിൻ ബ്ലാസ്റ്റ് ആവും. പിന്നെ അത് ഇവിടെ തന്നെ നിൽക്കും. ആ ട്രെയിൻ ഇപ്പോഴും സ്റ്റേഷനിലാണ് നിൽക്കണേ. അതിങ്ങോട്ടേക്ക് വരാനേ എന്തായാലും കുറച്ച് ടൈം എടുക്കും. നമുക്കപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. 1 hour later. ഓക്കെ, ഇവിടെ ഞാനേ കുറേ നേരം വെയിറ്റ് ചെയ്തു കേട്ടാ. ആ ട്രെയിൻ ഇപ്പോഴാണ് വരുന്നേ. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം. RPG വിടാം. എന്നാ പിടിച്ചോ. ഒതെന്താ കൊണ്ടില്ലല്ലോ. ഈ ട്രെയിനൊന്നും നിൽക്കാത്ത. ഇത് മിസ്സായില്ലോ. ആ ട്രെയിനൊന്നും സംഭവിച്ചില്ല ഏട്ടാ. എൻ്റെ എയിമിങ് ശരിയായില്ല. അതെ, ആ ട്രെയിന് ടണലിൻ്റെ പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല ഏട്ടാ. പുറത്തേക്ക് ഇറങ്ങിയാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്കപ്പോൾ എത്രയും പെട്ടെന്ന് പോയിട്ട് തടയണം. ആ ട്രെയിൻ പക്ഷെ നല്ല സ്പീഡിലാണ് പോണേ. എൻ്റെ താറ് വെച്ചിട്ട് ചേസ് ചെയ്യാൻ പറ്റണോ? എൻ്റെ താറ് കുഴപ്പമൊന്നുമില്ല ഏട്ടാ.
അത്യാവശ്യം നല്ല വണ്ടിയാ, സ്പീഡൊക്കെ ഉണ്ട്. നമുക്കപ്പോൾ അതിനെ ഓവർടേക്ക് ചെയ്യാൻ പറ്റുമെന്ന് നോക്കി നോക്കാം. എടാ താറേ, വേഗം പോ. ആ ട്രെയിൻ ഇപ്പോൾ പുറത്തേക്ക് കിടക്കും. അയ്യോ ഷേ, അത് പുറത്തേക്ക് കടന്നൂലോ. ഈ ഭാഗം വലിയ സീനില്ലട്ടാ, ഇവിടെ അധികം ആൾക്കാരില്ല. നമുക്ക് ഇവിടെ വെച്ചിട്ടായാലും ഹൈജാക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് പക്ഷേ കുറച്ചുകൂടെ മുമ്പിലേക്ക് പോവാം, അതായിരിക്കും നല്ലത്. പിന്നെ ഒരു കാര്യം, ഈ വീഡിയോ ഇതിരിക്കും ലൈക്ക് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാട്ടാ. അതുമാത്രല്ല, ചാനൽ ഇതൊരിക്കൽ സബ് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കൂടെ സബ് ചെയ്യുക. ഇന്ന് എന്തൊക്കെ സംഭവിച്ചാലും നമുക്ക് ആ ട്രെയിൻ ഹൈജാക്ക് ചെയ്യണം, ഇല്ലെങ്കിൽ ശരിയാവില്ല. ആ ട്രെയിൻ എപ്പോഴും നമ്മുടെ തൊട്ട് പിന്നാലെ ഉണ്ട് കേട്ടാ. കുറച്ചുകൂടെ മുമ്പിലേക്ക് പോവാം. എൻ്റെ അമ്മച്ചിയെ, നൈസായിട്ട് തലയിടിച്ചു വീണല്ലോ. ഷേ, സീറ്റ് ബെൽറ്റ് ഇടാൻ മറന്നുപോയി, അതുകൊണ്ട് തെറിച്ചു പോയേ. ഇനിയിപ്പോൾ നമുക്കേ RPG വിടാം കേട്ടാ. ആ ട്രെയിൻ ഇപ്പോൾ നമ്മുടെ അടുത്തേക്ക് വരും. നമുക്ക് ഈ ട്രാക്കിലങ്ങ് കയറി നിൽക്കാം. എന്നാ പിടിച്ചോ, നിക്കട അങ്ങോട്ട്. എങ്ങോട്ടേക്കാ പോണേ? ഈ ട്രെയിനൊന്നും സംഭവിക്കണില്ലേ? എൻ്റെ അമ്മച്ചി, എന്നെ ഇടിച്ചുട്ടല്ലോ. അതെ, ആ എഞ്ചിനിൽ എന്തോ സംഭവിച്ചുട്ടാ. ആ എഞ്ചിന്ന് എന്തോ സൗണ്ട് ഞാൻ കേട്ടു. ആ ട്രെയിൻ ഇപ്പോൾ പതുക്കെ സ്ലോ ആവുന്നുണ്ട്, അതിൻ്റെ സ്പീഡ് കുറഞ്ഞു. അത് മിക്കവാറും അവിടെ നിൽക്കുണ്ടാ. എന്നിട്ടായാലും ഒരു കാര്യം ചെയ്യാം, നമുക്ക് വണ്ടി എടുത്തിട്ട് അങ്ങോട്ടേക്ക് പോവാം. നമ്മുടെ താറിന് പിന്നെ ഒന്നും സംഭവിച്ചില്ല കേട്ടാ. താറിൻ്റെ ബിൽഡ് ക്വാളിറ്റി ഒരു രക്ഷയില്ല. ഗൈസ്, നമ്മുടെ ട്രെയിൻ അങ്ങനെ നിന്നുട്ടാ. ഇതെന്തത്, ഇവിടെ ഒരാൾ കൊടുക്കണ്ടല്ലോ. ഇത് മിക്കവാറും ഈ ട്രെയിനിൻ്റെ ലോക്കോ പൈലറ്റ് ആവും. RPG വിട്ടപ്പോളേ ഇവൻ്റെ മേത്ത് കൊണ്ടുണ്ടാവും. എന്തെങ്കിലും ആവട്ടെ. ഈ ട്രെയിന് സ്റ്റാർട്ടാവോ? ഒന്ന് ബാക്ക് എടുക്കാനായിരുന്നു. ഇവിടെ വെച്ചിട്ട് നമുക്ക് കണ്ടെയ്നർ ഓപ്പൺ ആക്കാൻ പറ്റില്ലേ? ട്രെയിന് നീങ്ങുന്നുണ്ട് കേട്ടാ, വലിയ സീനൊന്നുമില്ല. നമുക്കപ്പോൾ ആ ടണലിൻ്റെ അകത്ത് കയറാം, എന്നിട്ട് ആ കണ്ടെയ്നർ ഓപ്പൺ ആക്കാം. ഈ ട്രെയിനിൽ പിന്നെ 3-4 കണ്ടെയ്നർ ഉണ്ട്. ഏത് കണ്ടെയ്നറിലാണോ ആ കാറുള്ളത്? ഓക്കെ, ട്രെയിൻ അങ്ങനെ ടണലിൻ്റെ അകത്ത് കയറ്റിയേക്കാ. ഇതിൽ പിന്നെ 3-4 കണ്ടെയ്നർ ഉണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ കാണുന്ന കണ്ടെയ്നറില്ലേ അത് ഓപ്പൺ ആക്കാം. എൻ്റെ കയ്യിൽ പിന്നെ ഇഷ്ടം പോലെ സ്റ്റിക്കി ബോംബുണ്ട്, അതൊക്കെ എടുത്തെറിയാം. എന്നിട്ട് അതൊക്കെ ആക്ടിവേറ്റ് ചെയ്യാം. 3, 2, 1, ലെറ്റ്സ് ഗോ. ഓക്കെ, ആ കാറെങ്ങനെ പുറത്തേക്ക് എടുത്തു. സോമൻ പറഞ്ഞ പോലെ ഇത് ശരിക്കും ഒരു ഗോൾഡൻ കാർ തന്നെയാ. ഇത് പക്ഷേ സൂപ്പർ കാറൊന്നുമല്ല, ഇതൊരു SUV-യാ. ഇത് മറ്റേ ടൊയോട്ടയുടെ ലാൻഡ് ക്രൂസറാ. ലാൻഡ് ക്രൂസർ പിന്നെ നൈസ് കാറിനിട്ടാ. ഈ കാറിന് ഓൾറെഡി 2 കോടിയുടെ മേലെയുണ്ട്. ഇത് പിന്നെ ഗോൾഡൻ കാറാ, അതുകൊണ്ട് എന്തായാലും 5 കോടിയുടെ മേലെ ഉണ്ടാവും, അത് ഉറപ്പാ. എന്തിട്ടായാലും ഇത് നൈസ് കാറിനിട്ടാ, ഒരു രക്ഷയില്ല. ഈ കാറിൻ്റെ പ്രൈസ് ഉണ്ടെങ്കിലേ നമുക്ക് 4 ഫോർച്യൂണർ മേടിക്കാൻ പറ്റും. എന്തെങ്കിലും ആവട്ടെ. ഇനിയിപ്പോൾ നമുക്കേ ഈ കാറും കൊണ്ട് നേരെ വീട്ടിലേക്ക് പോവാം. നമുക്ക് പിന്നെ ഈ കാറ് വിൽക്കണം. ഇത് വിറ്റാലേ നമുക്ക് ക്യാഷ് കിട്ടുള്ളൂ. അതൊക്കെ നമുക്ക് നോക്കി നോക്കാം.